ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? ഞങ്ങപ്പോ നിൽക്കുന്നേ ഹിമാചൽ പ്രദേശിലെ ടാബോ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ. ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ പോയി വണ്ടിയുടെ ഡിക്കിന്ന് തുറന്നു. ഇതിന്റെ ഉള്ളിൽ ഇത്ര നേരം ശ്വാസം മുട്ടിയെന്ന് ഞങ്ങളുടെ ബാഗിനൊക്കെ വലിച്ചു പുറത്തേക്കിട്ടുണ്ട്. എല്ലാ ബാഗിലും അത്യാവശ്യം നല്ലോണം പൊടി ഉണ്ടായിരുന്നുട്ടാ. ആ പൊടിയും തട്ടി കളഞ്ഞ് ബാഗിനും തട്ടി തോളി കയറ്റി ഇപ്പൊ നടന്നു തുടങ്ങിയിട്ട്. എന്നിട്ട് ചേട്ടൻ എങ്ങോട്ടാ പോകണ്ടെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിലുള്ള കാരണം ഞങ്ങൾക്കാണെങ്കിൽ ഈ ഡ്രസ് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് പോയി. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു പബ്ലിക് ടോയ്ലറ്റ് കണ്ടുപിടിച്ച് അവിടെ തന്നെ ഡ്രസ് മാറി ഞങ്ങൾ ഇപ്പൊ സെറ്റ് ആയിട്ടാ. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വല്ല ബ്രെഡും ജാമും കടയിൽ നിന്ന് പോയി വാങ്ങാന്ന് വെച്ചപ്പോഴാണ് ഈ പട്ടിക്കൂട്ടനെ ആളുടെ ഓണറിൽ നോക്കി പുറത്തേക്ക് കണ്ടേ. ഓണർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ആളെ എനിക്ക് പാലാട്ടി ആളുടെ ഒപ്പം പോകണ്ടായിട്ടാ. ഞങ്ങൾ പിന്നെ ഞാൻ കണ്ട കടയിൽ കയറി ബ്രെഡ് ഞാൻ വാങ്ങട്ടെ. കടയുടെ ഉള്ളിൽ കയറി കണ്ണ് മനസ്സാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് പിടിച്ചിരുത്തി. ഞങ്ങളുടെ ഒരു ലോ ബഡ്ജറ്റ് ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ എല്ലാം വാങ്ങിച്ചു വെട്ടിണെങ്കിൽ തിന്നാൻ. എന്തായാലും ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. ജാം കിട്ടാത്ത കാരണം പീനട്ട് ബട്ടർ വെച്ചിട്ടാ അഡ്ജസ്റ്റ് ചെയ്യാൻ പോണു. ഞാൻ ഷുഡ് ഇത്ര നാൾ തപ്പി നടന്ന സാധനം ഞങ്ങൾക്ക് ഇന്നട്ട കിട്ടണം. ഇത് ചോദിച്ച് ഞങ്ങൾ കുറെ കടയിൽ കയറി ഇറങ്ങി നടന്നു. വേറെ ഒന്നല്ലേ ഈ ടെങ്ക്ലൈനറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ടെങ്ക്ലൈനർ എടുക്കാൻ മറന്ന കാരണം ഈ ട്രിപ്പ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇതുവരെ നാവ് മേടിച്ചിട്ടില്ല. കടയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെയുള്ള മൊണാസ്ട്രി ആണ്. ഞങ്ങളുടെ കയ്യിൽ ഈ ബാഗും സാധനങ്ങളൊക്കെ ഉള്ള കാരണം ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റി കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വഴി കൂടെ പോകണ്ടായ മോങ്ങിനും പിടിച്ചെടുത്തിട്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഇവിടെ എവിടെയെങ്കിലും ബാഗ് വെക്കാൻ പറ്റുമെന്ന്. ആള് പറഞ്ഞു ഒരു താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ പോയിട്ട് പറഞ്ഞിട്ട് ബാഗ് വെച്ചോട്ടാ പറഞ്ഞത്. പിന്നെ ഒന്നും ഞങ്ങൾ നോക്കിയില്ല, നേരെ ഗസ്റ്റ് ഹൗസിൽ പോയി അവിടുത്തെ ഒരാളെയും കണ്ട് കാര്യം പറഞ്ഞു. ആളാണെങ്കിൽ ഓക്കെ പറഞ്ഞു. ഉച്ചയ്ക്ക് കഴിക്കാൻ വാങ്ങിച്ച ബ്രെഡ് പീനട്ട് ബട്ടർ മാത്രം എന്റെ ചെറിയ ബാഗിൽ വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന എല്ലാ ബാഗും അവിടെ ഒതുക്കി വെച്ച് ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ പണ്ടത്തെ മോൺസ്റ്ററി കാണാൻ പോകട്ടെ. 996 CE ഈ കാലഘട്ടത്തിലാണ് ഈ കാണുന്ന മോണാസ്ട്രി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 3250 മീറ്റർ സീ ലെവലായിട്ട് ഈ കാണുന്ന മോണാസ്ട്രി സ്ഥിതി ചെയ്യണം. മോണാസ്ട്രിയുടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 9 to ഉച്ചയ്ക്ക് 1 മണി വരെ, പിന്നെ വീണ്ടും ഉച്ചയ്ക്ക് 2 മണിക്ക് ഓപ്പൺ ആക്കി പിന്നെ വൈകിട്ട് 5 മണിക്കായിട്ട് ക്ലോസ് ആക്കി പോവാ. മോണാസ്ട്രിയുടെ ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പിടാനും പാടില്ല, അതേപോലെ തന്നെ ഫോട്ടോയും വീഡിയോസും ഒന്നും എടുക്കാൻ പാടില്ല അതിന്റെ ഉള്ളിൽ. ഞങ്ങളാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി തിരിച്ചു വന്ന് ഇപ്പൊ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കട്ടെ. ഞാനാണെങ്കിൽ അവന്റെ 2-3 വീഡിയോ എടുത്ത് കൊടുക്കാന്ന് വെച്ചപ്പോ ചെക്കനാണെങ്കിൽ കൊടുക്കുന്നതാണ്. ഇവിടുന്ന് അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് ആ കാണുന്ന മലയുടെ മണ്ടയിലുള്ള ടെമ്പിളിക്കാണ്. അവിടേക്ക് പോകണത് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഓക്കെ ബൈ.